അപ്പേ അങ്ങനെ കാത്തിരുന്ന് നമ്മുടെ ആ ഒരു ദിവസത്തിട്ടോ നമ്മളെ മനുവാവൻ്റെ കല്യാണ ദിവസം തലേന്നത്തതും പോകുന്നതും വരുന്നതുമായ കുറേ വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിലും ഇന്നത്തെ വീഡിയോ ഞങ്ങൾ തലേന്ന് സ്റ്റേ ചെയ്ത വീടിൻ്റെ കുറച്ച് ഭാഗങ്ങളും അവിടെ നിന്ന് എടുത്ത കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ കേട്ടോ. സാധാരണ കല്യാണത്തിൻ്റെ അന്ന് ചെക്കൻ്റെ വീട്ടിൽ നിന്ന് ചെക്കൻ ഇറങ്ങുമ്പോൾ എല്ലാവർക്കും ദക്ഷിണ കൊടുത്തിട്ട് ഇറങ്ങുന്ന ആ ഒരു ചടങ്ങുണ്ടല്ലോ, ആ ഒരു ചടങ്ങ് ഞങ്ങൾ കഴിച്ചത് ഇവിടെ ഈ ഒരു സ്റ്റേ ചെയ്ത വീട്ടിൽ നിന്നാണ് കേട്ടോ. ഈ വീടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ടുണ്ട്. പഴമയിൽ നിലനിർത്തിയിട്ടുള്ള ഒരു വീട് എന്ന് വേണേൽ നമുക്ക് പറയട്ടോ. കാരണം ഇവിടുന്ന് ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന വീടാണ്. 1945 ഒരു വീട് കേട്ടോ. അപ്പോൾ നല്ല കുറച്ചധികം വർഷങ്ങൾ കഴിഞ്ഞിട്ടുള്ളൊരു വീടാണ്. പക്ഷെ അതിൻ്റേതായ കേടുപാടുകളും കാര്യങ്ങളൊന്നുമില്ല. നല്ല വൃത്തിയിലും നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും അവിടെ ഇരുന്ന് മാറ്റി ഒരുങ്ങി റെഡിയായി നിന്ന് ഞങ്ങളെ ചെക്കനെ വെയിറ്റ് ചെയ്തുകൊണ്ട് കേട്ടോ. അങ്ങനെ ഇതാ നമ്മളെ കല്യാണച്ചക്കൻ വന്നിട്ടുള്ള ആ ഒരു ചടങ്ങ് കഴിഞ്ഞാൽ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾക്ക് കല്യാണ മണ്ഡപത്തിലേക്ക് പോകണം കേട്ടോ. അങ്ങനെ ഓരോരുത്തരായിട്ട് ദക്ഷിണ കൊടുക്കുന്ന ആ ഒരു ചടങ്ങിലേക്ക് പോവാണ്. ഈ ഒരു ചടങ്ങ് കാണാൻ ഒരു പ്രത്യേക രസമാണ് കേട്ടോ. ഏതൊരാളും എന്താ പറയുക ഓലെ കാല് തൊട്ടിട്ട് നമസ്കരിക്കുകയും കാര്യമൊക്കെ ചെയ്യുന്നുട്ടോ. അപ്പോൾ ഇതിൽ ആദ്യം തന്നെ ചെയ്യേണ്ടത് ചെക്കൻ്റെ അമ്മാവനാണ് ദക്ഷിണ കൊടുക്കേണ്ടത് കേട്ടോ. അതാണ് ചെക്കൻ്റെ അമ്മാവന്. അതിനുശേഷം അച്ഛന്, അമ്മ, പിന്നെ ബ്രദർ, സിസ്റ്റേഴ്സ്, അങ്ങനെ തുടങ്ങിയിട്ട് കുറച്ചധികം ആൾക്കാർ എല്ലാവരും അവിടെ ഉള്ളവരെല്ലാവരും ചെയ്യുന്നത് കേട്ടോ. ഈ ഒരു സമയത്ത് തന്നെ ചെക്കൻ എന്തെങ്കിലോ ആഭരണങ്ങളോ കാര്യങ്ങളോ കൊടുക്കാനുണ്ടെങ്കിൽ അതും കൊടുക്കുന്ന ആ ഒരു പരിപാടി അതിൽ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ചെക്കൻ്റെ ഗ്രാൻഡ് മദറാണ്. ഗ്രാൻഡ് മദറിൻ്റെ എന്താ പറയുക അമ്മാവൻ്റെയും വക കേട്ടോ. ബ്രേസ്ലെറ്റ് കെട്ടിയിട്ടുണ്ട്. പിന്നെ ഈ ചിരിച്ചുകൊണ്ടിരിക്കുന്നത് ചെക്കൻ്റെ ബിഗ് ബ്രദറാണ്. പിന്നെ അലിമോന്, റയ്യാന്, അനുമോള്, അതിൻ്റെ ഇടയിൽ ഞാൻ, അങ്ങനെ തുടങ്ങി ഞങ്ങൾ എല്ലാവരും ഒരു കൈ കൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ ഇതാക്കിട്ടോ. അങ്ങനെ ആ ദക്ഷിണ കൊടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ കാണാൻ പൊതുവേ നല്ല രസമാട്ടോ. അങ്ങനെ അവിടുന്ന് ഇറങ്ങി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വേണം കല്യാണ മണ്ഡപത്തിലേക്ക് പോകാൻ കേട്ടോ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചതാ ഞങ്ങൾ കല്യാണ മണ്ഡപത്തിലേക്ക് എത്തിയിട്ടുണ്ട്. മണ്ഡപത്തിലെത്തിയിട്ട് ബാക്കി കുറേ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ഞങ്ങൾ ഉടൻ തന്നെ വരുന്നുണ്ട്.